ഹായ് ഓൾ, ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം കേക്ക് ഓർഡേഴ്സുള്ള ദിവസത്തെ വിശേഷമാണ് കേട്ടോ ഇന്ന് കാണിക്കണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞാനിവിടെ ½ kg ഓർഡർ ഉണ്ട്. ചോക്ലേറ്റ് കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് 5 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഐസിങ് ചെയ്യണം കേട്ടോ. ഇത് മോർണിംഗിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഉച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം അന്നത്തെ വർക്കെല്ലാം തലേദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. രണ്ടാമത്തെ ദിവസം നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത്. അപ്പോൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കറക്റ്റ് ടൈമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോൾ കുറേ ഓർഡേഴ്സൊക്കെ ഉള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യണം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. ഓരോ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യുക. ഒരു ടൈമിൽ ഇപ്പം ഫസ്റ്റ് സ്പഞ്ചുകളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ചെയ്യുക. അങ്ങനെ ഓരോന്ന് ടൈം ആക്കിയിട്ട് റെഡിയാക്കും. പിന്നെ അതുപോലെ സ്പഞ്ച് ഏതെല്ലാം ടിന്നിലാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്നാലേ നമുക്ക് കറക്റ്റ് അതിനനുസരിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോവും, അല്ലെങ്കിൽ മാറിപ്പോവും. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം എഴുതി വെച്ചതിന് ശേഷം ഇത് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെ നോട്ട്സ് എല്ലാം എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിന് കേക്കിനെ എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യുകയാണ്. ഫൈനൽ കോട്ട് ചെയ്ത് കഴിഞ്ഞ് ബേസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ഡെക്കറേഷനായിട്ട് മുകളിൽ ചോക്ലേറ്റ് ഗണേഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീസറിൽ പിന്നെ വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നേരെ ഐസിങ് ചെയ്ത പാടനെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു ഡ്രിപ്പാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുത്തു. പക്ഷെ അത് എനിക്കത്ര ഒരു ഭംഗി തോന്നാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു റഫ് ഡിസൈനായിട്ടാണ് ടോപ്പിൽ കൊടുത്തത്. പിന്നെ അതിന് ശേഷം കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം തിരക്കുള്ള ദിവസങ്ങളിൽ ഫുഡ് പുറത്തുനിന്നാണ് സാധാരണ വാങ്ങിക്കാറുള്ളത്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ അടുപ്പിച്ച് ഫുഡ് പുറത്തുനിന്ന് ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. കുറേയൊക്കെ ചെയ്യും, പിന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കേണ്ടി വരികയാണ് ചെയ്യുക കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് ഒന്ന് ഉഷാറാവണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ടീ വേണം. ടീ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്കിലൊരു എനർജി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് ബേക്കിംഗ് ഫുള്ള് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രഷായി വന്നു. എന്നിട്ട് ഓരോ കേക്കുകളായിട്ട് ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഗണേഷ് കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ സ്പഞ്ചാണല്ലോ നമുക്ക് ചെയ്യണതിന് കുറച്ചൊരു ടൈം വേണ്ടത്. അപ്പോൾ സ്പഞ്ചെല്ലാം റെഡിയായി. ഇനി ഞാനിവിടെ ഫൗണ്ടൻ ഡെക്കറേഷൻസാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫൗണ്ടൻറ്റും തന്നെ കുറച്ചധികം ടൈം അതിലിരിക്കേണ്ടി വരും. കുറേ ഡെക്കറേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഓരോ വർക്കിന് വേണ്ടിയിട്ടുള്ള കട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ കട്ടേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് ഒരു ബാസ്ക്കറ്റിലാണ്. അപ്പോൾ ഇത് നമുക്ക് റാക്കായിട്ട് ഇങ്ങനെ ഷെൽഫായിട്ടുള്ള ഒരു ബാസ്ക്കറ്റായിട്ട് അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് ഇതെവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ള. മീഷോന്ന് വാങ്ങിച്ചാണ്. നമുക്ക് ഇതുപോലത്തെ കട്ടേഴ്സും അതുപോലെ ടോപ്പർ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഓരോ കട്ടേഴ്സായിട്ട് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണുണ്ട് കേട്ടോ. പിന്നെ കട്ടർ അതുപോലെ മോൾഡ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ആവശ്യമില്ലാത്തൊക്കെ ഞാൻ അതിൽ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ഓരോ കട്ടേഴ്സൊക്കെ കാണുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ ആയതാണ് കേട്ടോ കുറേ കട്ടേഴ്സ്. അപ്പം ആദ്യമൊക്കെ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2-3 സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും ചിലപ്പോൾ പോണത്. പക്ഷേ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരും. കട്ടേഴ്സും അതുപോലെ ടോപ്പേഴ്സ്, പിന്നെ കേക്കിൻ്റെ സാധനങ്ങൾ തന്നെ ഒരുപാട് വാങ്ങിക്കൂട്ടെ. നമുക്കിപ്പോൾ ക്യാഷ് കിട്ടുന്നത് പകുതിയിലേറെയും കേക്കിൻ്റെ സാധനങ്ങളായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ എല്ലാം ഏകദേശം കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിയിട്ട് അതുപോലെ കുറേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് കുറച്ച് കൂടുതൽ ഇറക്കി വെക്കും. അതായത് ഇപ്പോൾ എന്താണ് പറയുക, ബേസ്, ബോക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അതുപോലെ ടോപ്പേഴ്സും തന്നെ കൂടുതൽ ഇറക്കി വെക്കാറുണ്ട് കേട്ടോ. കളേഴ്സ് അതൊക്കെ ഞാൻ കൂടുതൽ എടുത്ത് വെക്കാറില്ല. പിന്നെ ബാക്കിയൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ഇതാ സ്പഞ്ച് കാര്യങ്ങളൊക്കെ
ഐസിങ്ങും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ചെയ്യണതിൻ്റെ മുന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തു കൂട്ടാം. എന്നിട്ട് പിന്നെ അത് ഫ്രീസറിൽ വെച്ചതിൻ്റെ ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഫോണ്ടൻ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ ടൈം വേണം. പിന്നെ ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എനിക്ക് കൂടുതൽ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ കാലിന് പെയിന് വരും കേട്ടോ. കാലിങ്ങനെ തൂക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഫോണ്ടൻ ഡെക്കറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി കിടക്കാമല്ലോ. പിന്നെയും വീണ്ടും ചെയ്യുമ്പോൾ ഒരു മടിയായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം ഓരോ കേക്കുകളായിട്ട് ഞാനിവിടെ ഡെക്കറേഷൻസൊക്കെ ചെയ്യണം. അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻസിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതെല്ലാം റീൽസിന് വേണ്ടിയിട്ടും ഷോർട്സിന് വേണ്ടിയിട്ടൊക്കെ എടുത്ത വീഡിയോസാണ്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. ഇതൊരു വെഡ്ഡിങ് കേക്കാണ്. താഴെ 2 ഡമ്മിയാണ് വന്നിട്ടുള്ളത്. ടോപ്പിൽ മാത്രമേ കേക്ക് വന്നിട്ടുള്ളൂ. ഡമ്മി ഐസിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ സ്റ്റാക്കിങ്ങിൽ 2 കേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഐസിങ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് തമ്മിൽ ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഐസിങ് ചെയ്യുക. അപ്പോൾ ഫിനിഷിങ് ആക്കിയെടുക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി അതിന് വല്ല ടിപ്സും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ 8 ഇഞ്ച് 10 ഇഞ്ചിൽ 8 ഇഞ്ച് 6 ഇഞ്ച് ഈ 3 സൈസിലായിട്ടാണ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ ഐസിങ്ങും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ ബേസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ 2 ഡമ്മികൾ തമ്മിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് എന്താ പറയുക, ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളാണ്. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റുകൊണ്ട് നമുക്ക് ആ ഒരു കർട്ടന് കേക്കിലേക്ക് വരും. അപ്പോൾ അതിപ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ കുറച്ച് മുന്നായിട്ട് തന്നെ ഇൻസ്റ്റയിലൊക്കെ റീലിട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോസ്. അപ്പോൾ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ 4 കേക്ക് ഒന്നിച്ചിട്ട് വൈകിട്ടാണ് കേട്ടോ ഞാനിത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ രാവിലെ 2 ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ ഡെക്കറേഷൻസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഫോട്ടോ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ വെച്ചു. കുറച്ച് ഷോർട്സിനും റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുത്തു. പിന്നെ പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി വരാമെന്ന് പറഞ്ഞ ടൈം ആകുമ്പോഴേക്കും ഈ കേക്ക് എല്ലാം പാക്ക് ചെയ്യണം. അതുപോലെ ഫോട്ടോ തീർക്കും വേണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കണ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഫോട്ടോ എടുക്കലും. അത്യാവശ്യം ക്ലാരിറ്റി അതുപോലെ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് കൂടുതലും നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ എടുത്ത് ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കുറച്ചൊരു റീച്ച് കാര്യങ്ങൾ കിട്ടുള്ളൂ. അതുപോലെ റീൽസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഓർഡേഴ്സ് ഇല്ല എന്നൊക്കെ പറയണവരോട് എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ഫോട്ടോസായിട്ടും പോസ്റ്റായിട്ടും അതുപോലെ റീൽസൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ റീച്ച് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് എടുക്കുക കേട്ടോ. പിന്നെ ലൈറ്റുള്ള ഭാഗങ്ങളിൽ വെച്ചിട്ട് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുക. അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ ക്ലാരിറ്റി കിട്ടും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഓരോ കേക്കുകളായിട്ട് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാര്യങ്ങളും മോനാണ് എടുത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ മക്കൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ മക്കളെ കൊണ്ട് കൂടുതൽ ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അവർക്ക് കൂടി കുറച്ചൊരു അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അങ്ങനെ എല്ലാ കേക്കും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു, പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഡെലിവറി ടൈമിൽ തന്നെ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡമ്മി കേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായാലും കൂടെ പോവുക. കാരണം മുകളിൽ വെയിറ്റുള്ള കേക്കും താഴെ 2 കേക്ക് വെയിറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ എന്തായാലും കൂടെ പോയിട്ട് ഡെലിവറി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷൻസ് ആണെങ്കിലും കുറച്ചൊരു ഫോണ്ടൻ ഡെക്കറേഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കേക്കുകളാണ്. പിന്നെ അതുപോലെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വെഡ്ഡിങ് കേക്ക് കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പുതിയ കേക്കിൻ്റെ മോഡൽസും റീൽസും കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്